എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനി നന്ദുവിനോട് പറഞ്ഞു, അതെ എന്തൊക്കെയോ ഒരു ചതി നടന്നിട്ടുണ്ട് നന്ദു, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതേ വല്യമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ല. ആ പാലിൽ ആരോ മനഃപൂർവ്വം വിഷം കലർത്തിയതാന്ന് തോന്നിയെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെ സംഭവിക്കുന്ന ചോദിക്കുക. അത് മിക്കവാറും ഒന്നെങ്കിൽ അനാമികയും അവളുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ദേ അബിയും വല്യമ്മയായിരിക്കും എന്ന് പറയാം. ആ, അബിയും അപ്പച്ചിയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അതിനിപ്പം നമുക്ക് തെളിവൊന്നും ഇല്ല കയ്യില്. അത് ശരിയാ, തെളിവൊന്നും കയ്യിലില്ല, പക്ഷെ ഇതെനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യമാണെന്ന് പറയണം. പിന്നെ അനാമികയുടെ സ്വഭാവം അറിയാലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങളാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല. കാരണം എന്താ, ഞങ്ങൾ തമ്മിലൊരു മാനസികപ്പൊരുത്തം ഉണ്ടായിട്ടില്ല. രണ്ട് ധ്രുവങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നേ. ഒരിക്കലും ഇനിയിപ്പം ഞങ്ങൾ രണ്ടും ഒന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അവളല്ലെങ്കിലും ആഗ്രഹിക്കുന്നേ എന്നോടൊപ്പം ജീവിതമൊന്നല്ല, അനന്തപുരിയിലെ സ്വത്തും പണവും പ്രതാപവും ഒക്കെയാ. അവൾക്ക് അങ്ങനെ കൂടെ കഴിഞ്ഞു പോയാൽ മതി, അതിലേക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. അവള് എന്നെ വരെ വഞ്ചിച്ച് ആ വീട്ടിലേക്ക് കടന്നു വന്നത് കാരണം അവളുടെ മനസ്സിൽ ഞാനില്ല, എന്നോടുള്ള ജീവിതമൊന്നും അവൾക്കില്ല. അവൾക്ക് വേണ്ടത് ഇത് അനന്തപുരി എന്നുള്ള ആ പേരും മഹിമയും പിന്നെ ആർഭാടമായിട്ട് നടക്കണം, അത്രയൊക്കെ അവളുടെ മനസ്സിലുള്ളെന്ന് പറയാം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം നന്ദുവിനും ഭയങ്കര വിഷമമായി. നന്ദു പറഞ്ഞു, അല്ല ഇപ്പൊ എന്തിനാ അനി ഇതൊക്കെ പറയണേ, നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാന്ന് പറയണം. അല്ല, എനിക്ക് നന്ദുവിനോടല്ലാതെ ബാക്കി ആരോടും പറയാൻ പറ്റില്ലല്ലോ, കാരണം നന്ദു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അപ്പൊ എനിക്ക് നന്ദുവിനോടല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, വേണ്ട ഇനിയിപ്പം നമ്മൾ തമ്മിലൊരു ഇങ്ങനത്തെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. സ്വന്തം കാര്യം നോക്കി നടക്കുന്ന നവ്യേച്ചയായിരുന്നു, പക്ഷെ നവ്യേച്ച പോലും നമ്മുടെ ബന്ധത്തെ എതിർത്തു. കാരണം എന്താണെന്നറിയോ, ഒരു കാരണവശാലും നമ്മൾ തന്നെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലെന്ന് നവ്യേച്ചയ്ക്ക് തോന്നിക്കാണും. അല്ലെങ്കിൽ തന്നെ ഈ നയനടത്തിലെയും നവ്യടത്തിലെയും ജീവിതം ഇപ്പൊ അവിടെ എന്താ, ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? നയനടത്തിയാണെങ്കിൽ വീർപ്പൂട്ടിയല്ല അവർ കഴിഞ്ഞുകൊണ്ടിരിക്കണേ. സ്വന്തം അമ്മായിമ്മ പോലും നയനടത്തിയാണ് ഈ കുറ്റങ്ങളൊക്കെ ചെയ്തെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വീടാത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരാനായിട്ട് അവരെ ആഗ്രഹിക്കത്തില്ല എന്ന് പറയണം. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വേണു രേവതിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോളെ ഇവിടെ എന്നും ഇങ്ങനെ നിർത്താനാണോ പരിപാടി എന്ന് വെക്കും. അല്ല പിന്നെ വേണുവേട്ട എന്ത് ചെയ്യാൻ പറ്റും, ദേ അനിയുമായിട്ടാ ഒരടുപ്പൊക്കെ അവൾക്ക് വേണ്ടേ. ദേ അനി വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ അവൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അടുത്തൊന്നും കാര്യം നിൽക്കില്ല കേട്ടോ. അവൻ വിളിക്കണം എന്ന് പറയണ, എങ്ങനെ വിളിക്കാനെന്ന് പറ, അതിന് മോൾ അങ്ങോട്ട് വിളിക്കുവോ, എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ കാര്യം നമ്മൾ നോക്കണ്ട, അറിയാലോ ഇപ്പൊ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നമുക്ക് കടമുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ വീട്ടണമെങ്കിൽ അവൾ അവൻ വീട്ടിലേക്ക് കയറി ചെന്നാലേ മതിയാവുള്ളൂ പറയാം. അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവൾക്കൂടെ അത് തോന്നണ്ടെന്ന് ചോദിക്കാം. അവളാണെങ്കിലോ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു ഒരേ വാശിയില്ല ഇവിടെ നിൽക്കുന്നേ. അവളുടെ സ്വഭാവം അറിയാലോ, അവള് വീട്ടിൽ കയറി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയണം. അവളെ വീട്ടിലിരുത്തിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടണം. ദേ അവിടെ എരിവരി കയറ്റി കൊടുക്കണം, മറ്റാരുടെ മനസ്സിലല്ല, ആ ദേവേന്റെ മനസ്സിലേക്ക്. ദേവേനിക്ക് രക്തം കൊടുക്കാനോ പറ്റിയില്ല, പക്ഷെ ആ രക്തം കിട്ടിയ രക്തവും തിളപ്പിക്കാൻ അവളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് അവളെ പറഞ്ഞു വിടണം, അവളെ ഇടയ്ക്ക് പോയി രക്തമൊക്കെ തിളപ്പിച്ച് വിടട്ടെ, എന്നാലും ഇനി അവൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ദേവേനിയാണ് അവളുടെ ഒരു അടുത്ത തുറുപ്പ് ചീട്ടെന്ന് പറയണം. ഇത് കേട്ടതും ദേവതി പറഞ്ഞു, നമ്മുടെ മോളല്ലേ, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് റെഡിയായിട്ട് വന്നു. അല്ല നീ ഇതെങ്ങോട്ടാ മോളെ ഇപ്പൊ പോണേന്ന് ചോദിക്കണം. അത് ഞാൻ പുറത്തൊന്ന് പോകാന്ന് കരുതിയിട്ടാ. ഇത് കേട്ടതും വേണു പറഞ്ഞു, പുറത്ത് വെറുതെ പോയി ചുറ്റിയടിക്കാതെ ആ സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, അവിടെ ചെന്ന് ആ ദേവേന്റെ ബ്ലഡ് ഒന്ന് തിളപ്പിച്ചിട്ട് വാ, ഞാൻ നോക്കിയിട്ട് അതോ മാറും കാണുന്നുള്ളൂ, ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ. ദേ അനന്തപുരിയിലേക്ക് തിരികെ പോകണ്ടെന്ന് ചോദിക്കുക. അതിന് അനന്തപുരിയിലേക്ക് പോകാനായിട്ട് അനി എന്നെ വിളിച്ചിട്ട് വേണ്ട അച്ഛാന്ന് ചോദിക്കാം. അവനെ കൊണ്ട് വിളിപ്പിക്കണം, അവിടെയാണ് നിന്റെ മിടുക്ക്, അല്ലാതെ ഇവിടെ തന്നെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അറിയാലോ കല്യാണത്തിന് വേണ്ടിയും അല്ലാതെ കോടികളാണ് ഇപ്പൊ നമ്മൾ കടത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പൊ നീ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് അവളെ കൊണ്ട് പോവാണ്. ദേ രേവതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാം. അവളുടെ പിടിവാശിയൊക്കെ ഇത്തിരി കൂടുതലാ, അതൊക്കെ കളഞ്ഞിട്ട് അവൾ ഇച്ചിരി അടക്കോ ഒതുക്കമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അനന്തപുരി തറവാടിലേക്ക് ഒരിക്കലും അവൾക്ക് കയറാൻ പറ്റില്ല. നമ്മുടെ ജീവിതം കട്ടപ്പുകയായെന്ന് പറയാം. എന്ത് ചെയ്യാനാ എന്റെ വേണുവേട്ടാ, എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നൊക്കെ രേവതിയും പറയാണ്. ആ സമയം ആദർശം നയനം അനന്തപുരിയിലേക്ക് വരികയാണ്. അവരെ കണ്ടോടനെ മുത്തശ്ശനും മുത്തശ്ശി, ആഹാ രണ്ടുപേരും പോകുന്ന എന്താ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. അത് മുത്തശ്ശ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകാന്ന് കരുതി വന്നാന്ന് പറയണ. ഇതെന്ത് പറ്റിയ നയനമോളുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടല്ലോ. ഇത് മുത്തശ്ശൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനെന്ന് നോക്കി. പിന്നീട് ആദർശ് പറഞ്ഞു, ഇനിയിപ്പം പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശ, അതെ
അമ്മയ്ക്കുള്ള ബ്ലഡ് കൊടുത്ത നയനയാന്ന് പറയണേ. നയനമോളോ? അതെ, ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പക്ഷെ ഇവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഇവളുടെ ബ്ലഡ് എടുക്കണ്ടെന്ന്. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഇവള് എന്നാലും ബ്ലഡ് കൊടുക്കാന്ന് ഒരേ നിർബന്ധത്തിലായിരുന്നു. അങ്ങനെ ബ്ലഡ് എടുത്തു. പക്ഷെ അതുകൊണ്ടുള്ള ക്ഷീണമാന്ന് പറയണേ. ഇത് കേട്ട് കഴിയുമ്പോൾ നയന പറഞ്ഞു, എനിക്ക് ക്ഷീണമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ ക്ഷീണം ഇല്ലാന്നൊക്കെ പറയും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാറയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു പറയണം. ഇവള് സാധാരണഗതി കാറയിലിരുന്ന് ഉറങ്ങുന്നതല്ല. പക്ഷെ ആദ്യമായിട്ട് എങ്ങനെ കയറിയിട്ട് ഉറങ്ങുന്നതെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അതെ, അതിന്റെ ആ ക്ഷീണം മുഖത്ത് കാണുന്നുണ്ടെന്ന് പറയാം. അല്ല, അനാമിക മോൾ എങ്ങോട്ട് ബ്ലഡ് കൊടുക്കുന്നാണല്ലോ മുമ്പ് പറഞ്ഞ്, അവളുടെ AB നെഗറ്റീവ് ആണെന്നാണല്ലോ പറഞ്ഞ് എന്ന് മുത്തശ്ശി പറയണം. അവള് ബ്ലഡ് ഒന്നും കൊടുത്തില്ല. അവൾക്ക് ബ്ലഡ് കണ്ട തല കറങ്ങും പോലും. അവള് പതുക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി. അല്ലെങ്കിൽ അവളുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ മുത്തശ്ശി, അവൾ അങ്ങനെ കൊടുക്കും തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അത് ശരിയാ. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അല്ല, ഏതോ സമയം കുറ്റപ്പെടുത്തുന്ന നയനമോള് തന്നെ വേണ്ടി വന്നു അമ്മായിമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ നോക്കിയിട്ട് ദൈവമായിട്ട് കൊടുത്ത പണിയാന്ന് എനിക്ക് തോന്നുന്നത്. അയ്യപ്പസ്വാമിയുടെ കള്ളസത്യം ചെയ്തിരിക്കുന്നേ. അപ്പൊ സ്വാമി വെറുതെ വിടുവോന്ന് ചോദിക്കുക. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം ദേവേനെ നമ്മളാണെങ്കിലും ഇങ്ങനെയൊന്നും ഒരിക്കലും കള്ളസത്യം ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും ദോഷങ്ങളുണ്ടാവും. അതാന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ടപ്പോ ആദർശം, അതൊക്കെ ശരിയാ മുത്തച്ഛ. പക്ഷേങ്കില് അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ ഇപ്പോഴും നയനെ കുറ്റപ്പെടുത്തുക. അമ്മേനെ കാണാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അതുപോലെ കുറ്റപ്പെടുത്തുക ചെയ്തേ. ഇവളെന്തോ കാണിച്ചിട്ടാ അമ്മയ്ക്ക് അങ്ങനെ വയ്യായികയൊക്കെ വന്നേന്നും പറഞ്ഞോണ്ട്. ദേ മോളെ, നീ അന്ന് കാര്യമാക്കി എടുക്കണ്ട. അവളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയാ. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇനി പഠിക്കണമെങ്കിൽ ഇനി എന്തൊക്കെ വന്നാലെന്ന് എനിക്കറിയത്തില്ല എന്ന് മുത്തശ്ശിയും പറയാണ്. ഇത് ആദർശം അങ്ങോട്ട്, ഇന്ന് ശരി എന്ന് പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് കയറി പോവാണ്. നയനെ അവിടെ നിന്നപ്പോ നയനെ അടുത്ത് മുത്തശ്ശൻ പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. മോള് ടെൻഷൻ അടിക്കണം വേണ്ട. എല്ലാം ശരിയാകുന്നേ. അധികം വൈകാതെ എല്ലാം ശരിയാവും. മോള് ഈ കാര്യം ഓർത്ത് ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും അവൾക്ക് ബ്ലഡ് കൊടുക്കാനും മോൾക്ക് പറ്റിയില്ലോ, അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ എന്നൊക്കെ നയനയോട് പറയുന്നുണ്ട്. പിന്നീട് അനിയും നന്ദും കൂടെ ഹോസ്പിറ്റലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അനിയോട് നന്ദു പറഞ്ഞു, അതെ ഞാൻ എന്നങ്ങോട്ട് പോയിക്കോട്ടെ നിൽക്കുക. എന്താ നിനക്ക് പോകാൻ ധൃതിയായോ? അതുകൊണ്ടല്ല, ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് പറയണം. അറിയാലോ. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, വേണ്ട നന്ദു, കുറച്ച് സമയം കൂടെ നിൽക്കുക. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതേ ഏട്ടത്തെയും ആദർശേട്ടനൊക്കെ ഇപ്പൊ തന്നെ വരുമായിരിക്കും. അവരെയും കൂടെ ഒക്കെ കണ്ടിട്ട് പോയാൽ മതി. നീ ഇവിടം വരെ വന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിനക്കറിയാലോ, എന്റെ സ്വഭാവം അറിയാലോ. ഞാനാണെങ്കിൽ കല്യാണത്തിന് ശേഷം സന്തോഷം എന്തെന്ന് ഇതുവരെയായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അത് പിന്നെ നീ ഇനിയിപ്പം നിനക്ക് കിട്ടിയ ജീവിതം നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടില്ല. അറിയാലോ, നിന്റെ അനാമികയുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. അവളെ നീ ഭാര്യയായിട്ട് കണ്ട് നീ കൂട്ടിപ്പിടിക്കുക ചെയ്യേണ്ടതെന്ന് പറയാം. അനി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കാൻ ചെന്നിട്ടാണെങ്കിൽ അവൾ എന്നെ ആട്ടി വിടത്തുള്ളൂ. അവളുടെ സ്വഭാവം അതാ. നിനക്ക് അറിയത്തില്ലഞ്ഞിട്ടാ നന്ദു ഞാൻ എത്രമാത്രം കിടന്ന് വിഷമിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇപ്പം ഞാനെല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുക. എന്ത് വേണേലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. എത്രയെന്ന് വെച്ചാൽ നമ്മൾ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നേ. അവൾക്ക് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ. പിന്നെ അറിയാലോ, അവളാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് വല്യമ്മേനെ എല്ലാവരും കയ്യിലെടുത്ത് വെച്ചേക്കുക. എൻ്റെ അമ്മേനെ വല്യമ്മേനെ ഒക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഈ പറയുന്ന വല്യമ്മയും എൻ്റെ അമ്മയൊക്കെ നയനടുത്ത് ശത്രുക്കളാണല്ലോ. നയനടുത്ത് ശത്രുവായിട്ടാണല്ലോ കാണുന്നത്. അതുകൊണ്ട് അവളെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. പാവം നയനടുത്തി ഇതിന്റെ പേര് വീട്ടിൽ കിടന്ന് നന്നായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് പറയാം. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കാര്യമില്ല. വല്യമ്മയ്ക്കാണെങ്കിലും നയനടുത്തെ കണ്ണെടുത്ത കാണത്തില്ലെന്ന് പറയാം. ഇതുകൊണ്ടൊക്കെയാ അനി നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് നയനടുത്തിയും നവ്യടുത്തിയും വിചാരിച്ചെന്ന് പറയാം. അതൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ അത്രയും സ്നേഹിച്ചിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവസാന നിമിഷം നീ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ. അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതേ പറയാൻ പറ്റുകൊണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട. ദേ, നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം നമ്മൾ സ്ഥിരം വരാനുള്ള ആ സ്ഥലത്തേക്ക് പോലും വരാതിരിക്കുന്നത്. കാരണം ഇനി നമ്മൾ രണ്ടും അങ്ങനെ കാണുന്ന പോലും ശരിയല്ല എന്ന് പറയണം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക നോക്കിക്കഴിഞ്ഞപ്പത്തിന് നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കോ. ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് വരുവാണ്. ഓഹോ, അപ്പൊ ഇതായിരുന്നു പരിപാടിയില്ലേ രണ്ടുപേരും കൂടെ. ഇത് കേട്ടപ്പത്തേനും അനി പറഞ്ഞു, നീ എന്താ പറയണേന്ന് ചോദിക്കുക. ഇവിടെ അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ല, ഞങ്ങൾ രണ്ട് സംസാരിക്കല്ലേ ചെയ്തുള്ളൂ. അത് തന്നെ പറഞ്ഞത്. ഓ, ഇനിയിപ്പോ നിന്റെ ഏട്ടൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നീ ഇവിടെ വിളിച്ചു വരുത്തായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ദേ, അനാവശ്യം പറയരുത് അനാമിക എന്ന് പറയണം. അനാവശ്യം പറയുന്നതിനാണോ കുഴപ്പം? നിനക്കൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നാണം ഉണ്ട് ഇവിടെ നിനക്കെന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ്. കിട്ടിയ അവസരം മുതലാക്കി അവള് കടന്നു വന്നിരിക്കുന്നു. ദേ അനാമികെ, ഞാനിവിടെ അനി ഉണ്ടെന്ന് ഓർത്ത് വന്നല്ലെന്ന് പറയാം. ഓ,
എന്നാ പിന്നെ നിനക്ക് നിന്റെ ഏടത്തിന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടോ ഇല്ലയെന്ന്. അപ്പൊ അതൊക്കെ കള്ളത്തരം അല്ലേന്ന് ചോദിക്കോ. ഇനിയിപ്പം അവർ രണ്ടുപേരും മാറിയിട്ട് നിന്നെയും കൂടെ പറഞ്ഞു വിട്ടതാണോ? ഈ വീട്ടിലേക്ക് വന്ന് കാണാൻ പറ്റുമല്ലോ ഇവനെ. അതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് നീ കാരണം ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഇതേ ഇവന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്നറിയോ? നീ മാത്രമേ ഉള്ളൂ. ഞാൻ അവന്റെ മൂലയ്ക്ക് പോലും എത്തിയിട്ടില്ല. നീ ഒറ്റ എടുത്തയാടി ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചെന്ന് പറയാ. ഇത് കേട്ട നന്ദു പറഞ്ഞതേ അനാമിക വെറുതെ അനാവശ്യം പറയരുത്, എന്റെ മനസ്സിൽ ആരും ഇല്ലാന്ന് പറയാ. അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലോ, ഇവനും കൂടെ പറയട്ടെ. ഇവന്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാ. ഞങ്ങൾ രണ്ടുള്ള ബന്ധം തകരാൻ പ്രധാന കാരണം നീ ഒറ്റ എടുത്തിയാടിന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, ദേ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ അനിയെ കാണാതെ മനഃപൂർവ്വം മാറി നടക്കുക, സ്ഥിരം വരാറുള്ള സ്ഥലങ്ങളിലേക്ക് പോലും വരാറില്ലെന്ന് പറയണം. ഇത് കേട്ട അനാമി പറഞ്ഞു, അത് ശരിയായിരിക്കും, പക്ഷെ ഇവന് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇവൻ നിന്റെ ഇങ്ങനെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ. നാണമുണ്ടെങ്കിൽ നീ ഇവൻ വന്ന് കഴിയുമ്പോൾ ഇവനെ ആട്ടി ഓടിക്കുകയേ ചെയ്യുള്ളൂ, അതിന് പകരം കണ്ടില്ലേ എന്ന് ചോദിക്കണം. അനി പറഞ്ഞു, ദേ ഇതൊരു ഹോസ്പിറ്റലാണ്, ആ ഒരു ചിന്തയൊക്കെ വേണമെന്ന് പറയണം. ഹോസ്പിറ്റലാന്ന് എനിക്കറിയാം, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറയാണ്. എന്നാലും ഞാനിപ്പോൾ കൃത്യസമയത്ത് തന്നെ ഇങ്ങോട്ട് വന്ന് രണ്ടുപേരുടെ കള്ളത്തരം കണ്ടുപിടിച്ചില്ലേ, അല്ലെങ്കിൽ എന്തായി തീർന്നേനം. ദയവായിട്ട് എന്നെ ഇപ്പൊ ഇങ്ങോട്ട് എത്തിച്ചാന്ന് പറയണം. രണ്ടുപേരും കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, അതുകൊണ്ടല്ലേ ഈ രംഗമൊക്കെ കാണാൻ പറ്റിയെന്ന് പറയാണ്. അനി ചോദിച്ചു, എന്ത് കണ്ടെന്ന് നീ പറഞ്ഞേ, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, ദേ അനാമികയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയാണ്. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നന്ദു, നീ ഒന്നും മിണ്ടായിരിക്കുന്നു പറയണം. ഓ ഇനിയിപ്പോ രണ്ടുപേർക്കൂടെ സല്ലപിക്കാനായിട്ട് ഇതാണല്ലോ, ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. അന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ നന്ദു പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. ഞാനാണല്ലോ ഇവിടെ അധികപ്പറ്റ, ഞാൻ അങ്ങോട്ട് പോയേക്കാം, നിങ്ങൾ ആയിക്കോളാൻ പറയണം. പിന്നെ അവളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പോകുന്ന പോക്കുണ്ടില്ല, നാണമില്ലാത്തവള് വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അധിക്ഷേപിക്കുക. നന്ദുവിനെ കൂടെ നല്ല ദേഷ്യം വന്നു. നന്ദു പറഞ്ഞു, ഇനി ഒരു അക്ഷരം പോലും ഞാൻ പറയരുത് അനാമികയെന്ന് പറയണം. പറഞ്ഞ നീ എന്ത് ചെയ്യടി, പറഞ്ഞ എന്ത് ഞാൻ കാണിച്ചു തരാം, ഇതേ നിന്റെ കാരണം ഞാൻ പൊട്ടിക്കുമെന്ന് പറയാണ് നന്ദുവിനോട്. നന്ദു വിട്ടുകൊടുക്കുവോ? നന്ദു പറഞ്ഞു, എന്റെ കർണത്തെങ്ങാനും നിന്റെ കൈ പതിഞ്ഞാല് പിന്നെ നിന്റെ കർണത്ത് പാടായിരിക്കും, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത പാടായിരിക്കും എന്ന് പറയണം. എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ എന്നോട് വരുന്നത്. ഡോക്ടർ എന്താ അവിടെ പ്രശ്നം? രണ്ടുപേരും കൂടെ പോരു വഴിയപ്പോലെ അടി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അനി രണ്ടുപേരും ഒന്ന് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഹോസ്പിറ്റലാന്നുള്ള ചിന്തയൊന്നുമില്ലേ, ഇവിടെ ഒച്ചയും ബഹളമൊന്നും പാടില്ല, ആരാ നിങ്ങള്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അനി പറഞ്ഞു, ഇത് നയനടുത്തിയുടെ അനിയത്തിയാന്ന് പറഞ്ഞു. ഓ പിന്നീട് അനാമയോട് പറഞ്ഞു, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലെന്ന്, നിങ്ങളിത് എവിടുന്ന് വരുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറയണേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു ICU ആണ്, ICUവിന്റെ ഫ്രണ്ടുമാണ്. നിനക്ക് ഇവിടെ കിടന്ന് ചന്ത പോലെ വഴക്കടിക്കാനുള്ളതല്ല. കാരണം അവർക്ക് മനസ്സിലായി നയനയുടെ അനിയത്തി എന്താണെങ്കിലും നയനയുടെ സ്വഭാവമൊക്കെ ആയിരിക്കുമല്ലോ, അങ്ങനെ വലിയ പ്രശ്നക്കാരെയും തോന്നില്ല. പക്ഷെ അനാമികനെ മുമ്പായിട്ട് അനാമിക ബ്ലഡ് കൊടുത്തുമില്ലോ, അപ്പൊ അവർക്ക് ഏകദേശം അനാമികയുടെ ഇതും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അനാമികയുടെ നല്ല നാല് വർത്താനം പറയുന്നുണ്ട്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കാണാനെന്ന് പറഞ്ഞ് വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയുടെ നല്ല ചീത്ത പറയണം. പിന്നെ ഡോക്ടർ അങ്ങോട്ട് പോവാണ്. അനാമിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. നന്ദു പറഞ്ഞു, അതെ അനി ഞാൻ അങ്ങോട്ട് പോയേക്കാം, ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോവാണ്. ഞാൻ വല്യമ്മേനെ കണ്ടിട്ട് വരട്ടെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അനി പറഞ്ഞു, ഇനിയിപ്പം നീ വല്യമ്മയുടെ അതും ഇതും പറഞ്ഞിട്ട് ദേ വല്യമ്മയുടെ പ്രഷർ കൂട്ടണ്ടെന്ന് പറയണം. ശരി എന്നൊക്കെ പറഞ്ഞൊരു ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് അനാമ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അകത്തേക്ക് ഇനിയിപ്പം കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ദേവേനി കിടക്കുന്നുണ്ടായിരുന്നു. ആ മോളോ, എന്ത് പറ്റി മോളെ, മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ? അവള് വന്നിട്ടുണ്ടാവും. നന്ദുവോ? അതെ, അനിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. കൃത്യസമയത്ത് ഞാൻ വന്നുകൊണ്ട് കൈയോടെ രണ്ടുപേരെയും പിടികൂടാൻ പറ്റി. വല്യമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താ, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് പോലും തോന്നില്ല. ആ നന്ദുവായിട്ട് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ടെന്ന് പറയണം. മോളൊന്ന് സമാധാനപ്പെട്, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് പരിഹാരം വെള്ളം ഉണ്ടാക്കാം എന്ന് പറയാണ്. വല്യമ്മയ്ക്കറിയാലോ, അവളാ വല്യമ്മയുടെ മരുമോള് തന്നെയാണ്. പാലിനകത്ത് വിഷം കലക്കി തന്നെ, എന്നിട്ട് കണ്ടില്ലേ അവൾക്ക് വല്ല കുരുക്കമുണ്ടോന്ന് നോക്കി. വല്യമ്മേനെ ഈ പരുവാക്കിയിട്ട് അവൾ ഒറ്റ എടുത്തിയാന്ന് പറയണം. എല്ലാം ചെയ്തിട്ട് അവൾ ഇങ്ങനെ മാറി നിന്ന് ചിരിക്കുവാന്ന് പറയണം. അവൾക്കൊട്ടുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് മോളെ, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. മോൾ സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാക്സിമം എരിപൊരി കയറ്റുന്നുണ്ട് ദേവയാന്റെ മനസ്സിൽ. പിന്നീട് അനാമ പറഞ്ഞു, ഇപ്പൊ വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അതെ എനിക്ക് ബ്ലഡ് തരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ബ്ലഡ് തരാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അത് സാരമില്ല മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല അധികം അങ്ങനെ, എന്നാലും ആ മനസ്സിലുള്ള കുശുമ്പും കുന്നായ്പത്രങ്ങളൊക്കെ പുറത്തിയാടുവാണ്.
ആ സമയം നന്ദു എന്ത് ചെയ്യണം, നന്ദു വന്നിട്ട് ഭയങ്കര കരച്ചില്ല, പുറത്തേക്ക് വന്നിട്ട് നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കാര്യമൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ആദർശം നയനെ വരുന്നത്. അവിടെ നന്ദു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നന്ദു കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കയറുന്നിട്ട് ആദർശ, ആഹാ നന്ദു ഇതെപ്പോ വന്ന് കുറച്ച് സമയം വന്നിട്ടെന്ന് ചോദിക്കണം. അല്ല ഇത്തിരി സമയമായി പോകാൻ തുടങ്ങുമായിരുന്നു പറയണം. പെട്ടെന്ന് അതിനെ ചോദിച്ചു, നിന്റെ മോഹം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. എന്താ നീ അനിയെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പത്തേനും കണ്ടു എന്ന് പറയണം. അല്ല എന്തു പറ്റി, പിന്നെ നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലായ്മയെന്ന് ചോദിക്കണം. അനാമിക വന്നിട്ടുണ്ടായിരുന്നു പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം, അനാമിക വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആദർശ് ചോദിച്ചു, അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു നന്ദൂന്ന് ചോദിക്കുക. അത് പിന്നെ കുറച്ച് മുഷിഞ്ഞ് സംസാരിച്ചെന്ന് പറയാം. അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ, അതാണ് പ്രശ്നം. ദേ നായന പറഞ്ഞു, മോളെ അവൾ എന്തേലും മുഷിഞ്ഞ് സംസാരിച്ച് ഇനിയിപ്പൊ നീ ഒന്നും പറയാൻ പോണ്ട. അറിയാലോ നമ്മുടെ അവസ്ഥ അറിയാലോ എന്ന് പറയാൻ. ഞാനൊന്നും പറയാൻ പോയില്ലേ ചേച്ചി, ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച, പക്ഷെ അവള് വിട്ടില്ല എന്ന് പറയണം. ഒരു ഹോസ്പിറ്റലാന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ആദർശം പറഞ്ഞു, അല്ല ഇവളെന്തിനു മാറി നടക്കണം. നയന പറഞ്ഞല്ല, അനിയെ കണ്ടു കഴിയുമ്പം അധികം സംസാരിക്കാനൊന്നും പോണ്ട. ഇനിയിപ്പൊ അത് മതി അനാമിക്ക് അടുത്ത പ്രശ്നമാക്കണ്ടാനെ ഉണ്ടാകാനായിട്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല നയനെ. ഇവളും അനിയൻ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, അവര് സംസാരിച്ചോട്ടെ. അനാമയ്ക്ക് വേണ്ടി ഇവരങ്ങനെ മാറിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ അവളാരാ, കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? അങ്ങനെ അതിന്റെ കാര്യമൊന്നും ഇല്ല. അവൾക്ക് വേണ്ടിയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് നായന വേണം, സാരമില്ല പോട്ടെ ഇട്ടെന്ന് പറയണം. ശരി ചേച്ചി, ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ പോയേക്കോന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, പാവം നന്ദു നല്ല വിഷമമായും തോന്നിയെന്ന് പറയണം. നയന പറഞ്ഞു, അവളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അവൾക്ക് ദേഷ്യം വന്നാടല്ലോ അവളെ അനാമികനെ ചുരുട്ടിക്കൂട്ടി എറിയും. ആദർശാണ് അത് കണ്ടു. അധികം വൈകാതെ അത് സംഭവിക്കും എന്ന് പറയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നയന ആദർശിനെ നോക്കുവാണ്. അപ്പോഴേക്കുമാണ് അനാമിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഐസിയുയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.